എൻ്റെ പേര് ബുഷ്ര. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രാബ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി നമുക്ക് ചട്ടി, കുറച്ച് വലിയ ചട്ടി, ദമ്മിടാൻ പറ്റിയ ചട്ടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓണാക്കാം. അപ്പോൾ നമുക്കിവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നെയ്യ് ഒരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 4 സവാളയാണ് ക്രാബിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇത് വഴണ്ട് വരണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് പിന്നെ കാന്താരി മുളക്, ഒരു 15 കാന്താരി മുളക് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴുത്ത തക്കാളി 3 എണ്ണം അരിഞ്ഞതാണ്, അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ ക്രാബ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കരിവേപ്പില 2 ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഗരം മസാല അതൊരു ടീസ്പൂണാണ് ഇടേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഹായ്, ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി കുറച്ച് സമയം കൂടി നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഞണ്ടിൻ്റെ വേവ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലെമണിൻ്റെ നീര്, ഇനി നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. പുതിന കുറച്ച് മതി, അത് കുറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ക്രാബ് ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെസ്, അടുത്ത മലപ്പുറം കാര്യം കാണുന്നു. ബുഷ്ര നിലമ്പൂരാണല്ലേ പ്രോപ്പർ? അതെ അതെ. ഇന്നത്തെ എന്താ പ്ലാന്? പ്രോൺസ് തന്നെയാണോ? ക്രാബ് ഇട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. മസാല ആക്കി അത് വിത്ത് ഷെല്ല് തന്നെയാണോ കഷ്ണങ്ങളാക്കിയിട്ട്? ചോക്ക് വേണ്ടി സ്റ്റോക്ക് എടുത്തിട്ട് അല്ല, 2 പ്രസന്റേഷന് വേണ്ടി ഒന്ന് എടുത്തു. അല്ലാണ്ട് ബാക്കിയുള്ളത് മീറ്റ് എടുത്തിട്ട് ചെയ്തോ അതോ അത് കഷ്ണങ്ങളാക്കി? ശരിക്കും ക്രാബിനെ ഞങ്ങൾ തുറന്നെടുത്തിട്ടില്ല. അവസാനത്തെ എപ്പിസോഡ് തുറന്നെടുക്കാം. അത്രയും റിസ്ക് എടുക്കണ്ട നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ എടുക്കും ഒരു പ്രാവശ്യം. ആൻഡ് ദിസ് ഈസ് പ്രോൺസ്, അത് കുറച്ചുണ്ട്. എന്ത് ബിരിയാണി ചെയ്യണു? തേങ്ങാപ്പാൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ? സ്വന്തം. പിന്നെ കാന്താരിമുളക്, തേങ്ങാപ്പാൽ, പ്രോൺസ്, ക്രാബ് എല്ലാം ചേർന്ന് വരുന്ന ഒരു ബിരിയാണി. ഓക്കെ, കുട്ടികളെ കൂടെ വന്നിട്ടുണ്ടോ? ആ, ചെറിയ മോന്. എത്ര കുഞ്ഞുങ്ങളുണ്ട്? 5 പേരുണ്ട്. ഓ ശരി, കൊള്ളാലോ. മൂത്താള് ബിടെക് കഴിഞ്ഞ് ജോലിയായി. രണ്ടാമത്തെ പാരാമെഡിക്കൽ ജോലിയായി ഹോസ്പിറ്റലിൽ. ആൺകുട്ടികളാണോ മൂത്ത 2 ആൺകുട്ടികൾ. മൂന്നാമത്തെ മോള് ഡിഗ്രി ഫൈനല്. പിന്നെ 4ാമത്തെ മോള് +1. 5ാമത്തെ മോള് 6th. മോനെ കൂടെ വന്നിരിക്കുന്നത്. ഹസ്ബൻഡുണ്ട്. പുള്ളി വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സപ്പോർട്ട് ഉണ്ട്. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടെ വന്നുവല്ലോ. അതെ അതെ. 2 ദിവസം നിൽക്കണ്ടേ, ഗൾഫിലായിരുന്നു. ഇപ്പൊ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. സന്തോഷം. കോമ്പറ്റീഷൻസിന് പോണ ആളാണോ? ഇല്ലല്ല, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ. നിങ്ങളൊക്കെ കണ്ടേ സന്തോഷം. നമ്മള് നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്ത് കോരി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്ത് കോരി മാറ്റാം. പെട്ടെന്ന് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എണ്ണയ്ക്ക് തന്നെ നമുക്ക് സവാള ഒന്ന് റെഡി.
ഈ സവാള ഒരു ഗോൾഡൻ കളറായി വരണം. ഒന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്ക് 2 പട്ട ചേർത്ത് കൊടുക്കാം, ഒരു 2-3 ഗ്രാമ്പു, ഒരു തക്കോലം, ഒരു 4 ഏലക്ക. ഇനി നമുക്ക് ഇത് അതിൻ്റെ റൈസ് നമ്മൾ കഴുകി ഊറ്റി വെച്ചതാണ്. അത് നമുക്കൊന്ന് ഈ എണ്ണയിലിട്ട് തന്നെ ഒന്ന് വറുത്ത് വെക്കും. ഇനി നമുക്കിതിലോട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഇല, ഇതെന്താ ഇവിടെ പറയലറിയില്ല, എന്താ ഞങ്ങൾ നെയ്ച്ചോറിനൊക്കെ ഇടുന്ന ഇലയാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു സ്മെല്ലാണ്, നല്ല മണം വരും. ഇതൊക്കെ ബിരിയാണി അല്ല, അത് ഇതന്നെ ഉള്ളൂ. ഇത് ചേർക്കാം. ഇത് ദമ്മിടാണ്. ഇപ്പം തന്നെ ഇനി ദമ്മിടാൻ പോകണം നമ്മൾ. നമുക്ക് മീറ്റ് കിട്ടും കേട്ടോ, സെപ്പറേറ്റ് ആയി. നിങ്ങളെ കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ നമുക്ക് ദമ്മിടാണ്. അപ്പോൾ നമ്മൾ ഒരു വായൻ്റെ ഇല ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റൈസ് ഇടുക. ഗരം മസാല. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. സവാള ഇത് നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് ഇതിൽ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ക്രാബ് ബിരിയാണിയാണ്. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.